എന്താണ് ശരിക്കും നീറ്റ് എന്ന് പറയുന്ന പരീക്ഷ? അത് എന്തിനാണ് ഇന്ത്യൻ ഗവൺമെന്റ്? നീറ്റ് എന്ന് പറഞ്ഞ എക്സാം ഒരു ചെറിയ കഥ വേണമെങ്കിൽ പറഞ്ഞുതരാം. നിലവിൽ എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാം നടക്കണ്ടായിരുന്നു. ഇപ്പോൾ എയിംസ് യൂണിവേഴ്സിറ്റി എയിംസിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, ജിപ്മറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു, കേരളത്തിൽ കീമിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളിലും എക്സാമുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതിനെ ഏകോപിപ്പിച്ച് സെൻട്രലൈസ് ചെയ്തിട്ട് വരുന്ന നാഷണൽ ടെസ്റ്റ് ഏജൻസി നടത്തുന്ന അല്ലെങ്കിൽ അതുവഴി നടത്തുന്ന ഒരു എക്സാമാണ് നീറ്റ് എന്നുള്ളത്. നീറ്റ് എക്സാം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. MBBS പോലെ മെഡിക്കൽ ആൻഡ് പാരാമെഡിക്കൽ കോഴ്സുകൾക്കാണ് നീറ്റ് എക്സാം ഉപയോഗിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ്, ഇതിന്റെ റിക്വയർമെന്റ്സ്, സിലബസ് എന്തൊക്കെയാണ്? നമുക്ക് ഇതിന് വേണ്ട റിക്വയർമെന്റ്സ് എന്നുള്ളത് 50% മാർക്കാണ് നമുക്ക് വേണ്ടത്. അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത്രയും കാര്യങ്ങളിൽ 50% മാർക്ക് ഉണ്ടായാൽ മതി. ഈ മാർക്ക് കിട്ടി കഴിഞ്ഞാൽ തന്നെ ഈ അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്.